ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ബന്ദ്ര സാരി ഡ്രൈപ്പിംഗ് സ്റ്റുഡിയോ. സാരി ഡ്രൈപ്പിംഗ് ടിപ്പിനെ കുറിച്ചൊക്കെ ഞാൻ മുന്നേയുള്ള 1-2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞ എൻ്റെ 1-2 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാരി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കെട്ട് കൊടുക്കണമെന്ന്. ഇനി ഈ കെട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സാരി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഈ കെട്ട് മാറ്റിയിട്ട് അത് ഒഴിവാക്കിയതിന് ശേഷം ഇതിനെ ഫസ്റ്റിൽ കൊടുത്തിട്ട്, അതായത് ടക്കിങ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ ടക്കിങ് ചെയ്തിട്ട് ഇവിടെ തുടക്കത്തിലൊരു പിൻ കൊടുക്കുക. ടക്കിങ് ചെയ്ത ശേഷം പുറത്തുള്ള ഈ പോർഷനും അകത്ത് നമ്മൾ ടക്കിങ് ചെയ്ത ഭാഗത്തുള്ള പോർഷനും കൂടി ചേർത്ത് സ്കേർട്ടിൻ്റെ കൂടെ ചേർത്തിട്ട് പിൻ ചെയ്യുക. ഇതുപോലെ പിൻ ചെയ്തിട്ട് സാധാരണ പോലെ നമുക്ക് ഡ്രാപ്പ് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ സാധാരണ അപ്പർ പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് അതെല്ലാം കൂടെ അടുക്കി പിൻ ചെയ്ത ശേഷം ബ്ലൗസിന്റെ എഡ്ജിൽ കൊണ്ടുവന്നിട്ട് പിൻ ചെയ്യാം. ഒരിക്കലും ബ്ലൗസിന്റെ എഡ്ജിൽ പിൻ ചെയ്യരുത്. കുറച്ചുകൂടെ മാറ്റി ഒരു ഇത്ര നീളത്തിന് മാറ്റിയിട്ട് ഇവിടെ പിൻ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ തൊട്ട് ഇങ്ങോട്ട് പിൻ ചെയ്യുകയാണെങ്കിൽ ഈ സൈഡ് മറഞ്ഞു കിടക്കും. നമുക്കതെങ്ങനെ നോക്കാം. ഇപ്പം ഞാൻ ബ്ലൗസിന്റെ പ്ലീറ്റുകളെല്ലാം കൂടെ അറേഞ്ച് ചെയ്തിട്ട് സാധാരണ എല്ലാവരും ഈ പോയിന്റിൽ വെച്ചിട്ടായിരിക്കും പിൻ ചെയ്യുന്നത്. ഈ പോയിന്റിൽ അത് മാറ്റിയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇവിടെ വെച്ച് പിൻ ചെയ്യുകയാണെങ്കിൽ, ഈ പോയിന്റിൽ പിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗം കുറച്ച് തള്ളി വരികയും ഈ ഭാഗം മറഞ്ഞു നിൽക്കുകയും ചെയ്യും. അതിപ്പോൾ ചെറിയ പ്ലീറ്റ് ആയിരുന്നാലും വലിയ പ്ലീറ്റ് ആയിരുന്നാലും പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അടുത്തതായി 1-2 പേർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ഡൗട്ടാണ്, വയറിൻ്റെ ഈ പോർഷനിലെ ഈ ഭാഗം എപ്പോഴും ലൂസായി പോകുന്നു, അത് ടൈറ്റ് ആയിട്ടിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഈ സാരിയുടെ ഈ ബോർഡറിൻ്റെ ഫസ്റ്റ് പ്ലീറ്റ് ഇവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിൻ ചെയ്യുക. പിൻ ചെയ്ത ശേഷം ആദ്യത്തെ പ്ലീറ്റാണ് ഇവിടെ പുറകിലൂടെ കറങ്ങി ഫ്രണ്ടിൽ വന്നിട്ട് ഈ പോർഷനിലൂടെ കടന്നു പോകുന്നത്. ഇവിടെ കൂടെ കടന്നു പോകുന്നത് ഈ ഫസ്റ്റ് പ്ലീറ്റ് ആണ്. അപ്പോൾ നന്നായിട്ട് പ്ലീറ്റ് എടുത്ത് പിൻ ചെയ്ത് ഇവിടെ ഫിക്സ് ചെയ്ത ശേഷം ഈ പ്ലീറ്റ് മാത്രം എടുത്തിട്ട് ഇവിടെ കൂടെ ഫ്രണ്ടിലൂടെ കൊണ്ടുവന്നിട്ട് ഈ ഭാഗത്തേക്ക് ടൈറ്റ് ചെയ്ത് പിൻ ചെയ്യാം. അപ്പോഴത്തേക്കും ഇവിടെ ഈ ലൂസ് ആവുന്നത് തടയാം. പോരാത്തതിന് ഇവിടെ ഒരു പിൻ, ഈ ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു പിന്നും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗം താഴോട്ട് എറിഞ്ഞു വരത്തുമില്ല, ഫിക്സ് ആയിരിക്കുകയും ചെയ്യും. അതായത് ഇവിടെയും ഒരു പിൻ ടൈറ്റ് ചെയ്ത് ഒരു പിൻ ചെയ്ത് കൊടുക്കുക, ഇവിടെ കൂടെ കറക്കി ഈ ഫസ്റ്റ് ബോർഡറിനെ എടുത്ത് ഇവിടെ വലതുവശത്തേക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിൻ ചെയ്യാം. പോരാത്തതിന് അത് താഴോട്ട് ഇറങ്ങി വരാതിരിക്കാനും ലൂസ് ആവാതിരിക്കാനും ഇവിടെയും കൂടെ ഒരു പിൻ കൊടുക്കുക. അപ്പോൾ താഴേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ള ഡൗട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ പ്ലീറ്റാണ് ക്ലിയർ ചെയ്യേണ്ടത്, ഫസ്റ്റ് പ്ലീറ്റാണ് ക്ലിയർ ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ 1 ലെയർ ഇട്ട് പ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പിൻ കൊടുക്കേണ്ടത് ഈ ഭാഗത്ത് ഒരിക്കലും കൊടുക്കരുത്. ഇതിൻ്റെ തൊട്ട് പുറകിൽ, ഷോൾഡറിൻ്റെ തൊട്ട് പുറകിലായിട്ട് കുറച്ച് മാറ്റിയിട്ട് വേണം പിൻ ചെയ്യാൻ. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ലെയർ ഇവിടെ വച്ചിട്ട് പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെപ്പോഴും ഇങ്ങോട്ട് ഇളകി ഫ്രണ്ടിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പകരം ഷോൾഡറിൻ്റെ കുറച്ച് മാറ്റിയിട്ട്, ഇവിടുന്ന് കുറച്ച് മാറ്റിയിട്ട് തൊട്ട് പുറകിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെയർ ഫിക്സ് ആയിരിക്കുകയും ചെയ്യും. കഴുത്തിലേക്ക് കയറി വരുത്തതുമില്ല. പ്ലീറ്റിൻ്റെ ഭാഗം ഫസ്റ്റ് ലെയർ കഴുത്തിലേക്ക് കയറി വരുത്തതുമില്ല. വേണ്ടിയിട്ട് 1 ലെയർ സാരി ഉടുക്കുമ്പോഴേ ഇവിടെ കറക്റ്റായിട്ട് പ്ലീറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സാരിയുടെ ഈ പ്ലീറ്റിനെ കറക്റ്റായിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ലെയർ ഫോം ചെയ്യും. ഈ ലെയർ ഒരു 3-4 ലെയർ നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഈ ഫോം ചെയ്യുന്ന ലെയറിനെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒന്നുകിൽ ബ്ലൗസിന്റെ എൻഡിൽ പിൻ ചെയ്യാം, അല്ലെങ്കിൽ സ്കേർട്ടിന്റെ കൂടെ ചേർത്തിട്ട് പിൻ ചെയ്യാം.
ഇവിടെ ഒരു പിൻ കൊടുക്കാം. നമ്മളിപ്പോൾ സാധാരണ അപ്പർ പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് പ്ലീറ്റിൻ്റെ ഫസ്റ്റ് പ്ലീറ്റ് ഇങ്ങനെയും ലാസ്റ്റ് പ്ലീറ്റ് ഇങ്ങനെ തിരിഞ്ഞുമാണ് കിട്ടുന്നത്. ഇത് രണ്ടും ഒരേപോലെ, അതായത് ഇതുപോലെ ബാക്കും ഫ്രണ്ടും ഒരേപോലെ വരുത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ ബോർഡർ കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇപ്പോൾ ഈ ഭാഗം മടങ്ങിയുള്ള പോർഷനിലായിരിക്കും, മടങ്ങിയിട്ട ഈ ഭാഗം ഫസ്റ്റ് പ്ലീറ്റ് അപ്പോൾ മടങ്ങി അകത്തോട്ടിരിക്കുന്ന രീതിയിലായിരിക്കും പ്ലീറ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കിട്ടുകയും വേണം, എന്നാൽ ഫ്രണ്ട് ബോർഡർ മടങ്ങാനും പാടില്ല. അതിന് വേണ്ടിയിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അതായത് സാധാരണ നമ്മൾ പ്ലീറ്റ് എടുക്കുക, പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് ഒരേപോലെ, അതായത് ബാക്കും ഫ്രണ്ടും ഒരേപോലെ കിട്ടുന്ന രീതിയിൽ പ്ലീറ്റ് എടുക്കുക. ഇപ്പോൾ ഈ സാരിയുടെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒരുപോലെ നമ്മൾ എടുത്തു. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റായിട്ട് ബാക്കിലും ബോർഡർ, ബാക്ക് ഭാഗത്തും ബോർഡർ, ഫ്രണ്ടിലും ബോർഡർ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബോർഡർ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ കിട്ടത്തുള്ളൂ, ഈ പോർഷനിൽ കിട്ടത്തുള്ളൂ. പകരം നമുക്ക് വരേണ്ടത് ഈ പോർഷനാണ്. ഈ പോർഷൻ വരാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യം ഒരു ജസ്റ്റ് ഈ ബോർഡർ ഒന്ന് മടക്കണം. ഇതിപ്പോൾ മടങ്ങിയിട്ടായിരുന്നത്, ഇതിനെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ബാക്കി പ്ലീറ്റ് എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് പിൻ ചെയ്യാം. നമുക്ക് പിൻ ചെയ്തെടുക്കുമ്പോൾ ബോർഡറും കറക്റ്റായിട്ട് കിട്ടി, ഈ ഭാഗവും കിട്ടി, ഈ ഭാഗവും കിട്ടി, രണ്ട് ഭാഗവും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഭാഗവും ബോർഡറിൻ്റെ അടിയിലത്തെ ഭാഗവും ബോർഡർ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ബോർഡറിൻ്റെ രണ്ട് ഭാഗവും ഒരേപോലെ കിട്ടി. സാരി എല്ലാം കംപ്ലീറ്റ് ഉടുത്ത ശേഷം നോക്കുമ്പോൾ ഈ പ്ലീറ്റ് ഇങ്ങനെ ലൂസായി കിടക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാഗം ഈ ലൂസായി കിടക്കുന്നതിനെ ഒന്ന് ടൈറ്റ് ചെയ്തെടുത്ത ശേഷം ഇവിടെ ഒരു മടക്കിട്ട്, ഇങ്ങനെ ഒരു മടക്കിട്ടിട്ട് ഇവിടെ ഒരു പിൻ കൊടുത്തിട്ട് അറേഞ്ച് ചെയ്ത് പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം ടൈറ്റായിട്ട് അവിടെ ഇരിക്കും. അതിന് നിങ്ങൾ ഒന്നേന്ന് സാരി അഴിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഭാഗം മടക്കിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഭാഗം ടൈറ്റായിരുന്നു. ഈ പറഞ്ഞ ഇത്രയും ടിപ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.